ഓൺലൈൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലെസണിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ സബ്ജക്റ്റിന്റെ കീഴിലുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഇവാലുവേഷൻ, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ 3 ടോപ്പിക്കുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള 30 MCQ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത് ശ്രവണ ദൃശ്യ സഹായികളാണ്. പഠനത്തിന് വേണ്ടിയിട്ടുള്ള സഹായികളെയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുക. ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് പലതരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെയാണ് നമ്മളിന്ന് നോക്കുക. ഒന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ആണ്, ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് പ്രസന്റേഷൻ. എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അത് ഓഡിറ്ററി എയ്ഡ്സ്, നോൺ പ്രൊജക്റ്റഡ് ഓർ അൺപ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സ്, പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സ്, അതുപോലെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ആക്ടിവിറ്റി എയ്ഡ്സ് ആൻഡ് ട്രഡീഷണൽ മീഡിയ, ഇങ്ങനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേത് ഓഡിറ്ററി എയ്ഡ്സ് ആണ്. ഓഡിറ്ററി എയ്ഡ്സിന്റെ അടിസ്ഥാനപരമായ ഫംഗ്ഷൻ എന്ന് പറയുക കേട്ട് പഠിക്കുക, കേൾവിയിലൂടെ പഠനം നടത്തുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ എയ്ഡുകളാണ് റേഡിയോ, ഫോണോഗ്രാംസ്, ഗ്രാമഫോൺ, ടേപ്പ് ആൻഡ് ഡിസ്ക് റെക്കോർഡിംഗ്സ്, മെഗാഫോൺസ്, ലാംഗ്വേജ് ലബോറട്ടറീസ്, മൈക്ക്, ദെൻ മൈക്രോഫോൺ, അതുപോലെ ടേപ്പ് റെക്കോർഡർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം CD-കൾ, ഓഡിയോ CD-കൾ, അതുപോലെ ഓഡിയോ റെക്കോർഡിങ്ങുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് കേൾവിയിലൂടെ പഠനത്തിന് സഹായകമാകുന്നതെല്ലാം ഓഡിയോ അല്ലെങ്കിൽ ഓഡിറ്ററി എയ്ഡുകളുടെ ഒരു ക്ലാസിന്റെ കീഴിലാണ് വരിക. കേൾവിയിലൂടെ പഠിക്കുക, അതാണ് അവിടെ ലക്ഷ്യം വയ്ക്കുക. രണ്ടാമത്തെ ക്ലാസ്സിൽ വരുന്നത് നോൺ പ്രൊജക്റ്റഡ്, അൺപ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സ് ആണ്. ഇതിൽ ഗ്രാഫിക്കൽ ആൻഡ് ഡിസ്പ്ലേ ആഡുകൾ അല്ലെങ്കിൽ എയ്ഡുകൾ ഇതിൽ യൂസ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽസ് എന്താണ്? യഥാർത്ഥത്തിൽ ഉള്ള ഒന്നിന്റെ പഠിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെക്കുന്നു, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുന്നു. അതിൻ്റെ പല ക്രോസ് സെക്ഷനുകൾ അല്ലെങ്കിൽ അതിൻ്റെ പലതരത്തിലുള്ള സെക്ഷനുകൾ നമ്മൾ എടുത്തിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അതിനെയാണ് മോഡൽസ് എന്ന് ഉദ്ദേശിക്കുക. ദെൻ ഫ്ലാനൽ ബോർഡ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ ബോർഡാണ്. കാർട്ടൂൺസ്, കോമിക്സ്, ഇതെല്ലാം നമ്മൾ വീണ്ടും പ്രൊജക്റ്റഡ് അല്ല, പക്ഷേ അതൊരു വിഷ്വൽ കാഴ്ചയിൽ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിക്ചേഴ്സ്, ഗ്രാഫിക്സ്, മാപ്സ്, ഈവൻ ട്രോളുകൾ പോലും പല കാര്യങ്ങളിലും ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായകമാകുന്നു. അപ്പം ഇതെല്ലാം നോൺ പ്രൊജക്റ്റഡിന്റെ ക്ലാസ്സിലാണ് വരിക. ചാർട്ടുകൾ, ചോക്ക് ബോർഡുകൾ, ഫോട്ടോഗ്രാഫുകൾ, പോസ്റ്ററുകൾ, മറ്റ് പ്രിന്റഡ് മെറ്റീരിയലുകൾ, ഇതെല്ലാം നോൺ പ്രൊജക്റ്റഡിന്റെ ടൈപ്പ് ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഓരോ ക്ലാസിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് എന്താണ്, അല്ലാത്തത് ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക ഒരു ഡിവൈസിന്റെ സഹായത്തോടു കൂടി പഠിക്കേണ്ട മെറ്റീരിയലിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു. പ്രത്യേകിച്ചും പിക്ചറുകൾ, ചില കോൺസെപ്റ്റുകൾ, ചില വീഡിയോകൾ, ഇതെല്ലാം കാണുന്നത് വഴി നമുക്കൊരു കോൺസെപ്റ്റിന് ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ചില ഡിവൈസുകളെയാണ് പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുക. അതിന്റെ എക്സാമ്പിളുകളാണ് എപ്പിഡോസ്കോപ്പ്, ഫിലിം പ്രൊജക്ടർ, സ്ലൈഡ് പ്രൊജക്ടർ, ഒപേക് പ്രൊജക്ടർ, ഓവർഹെഡ് പ്രൊജക്ടർ, LCD പ്രൊജക്ടർ. ഇതെല്ലാം LCD പ്രൊജക്ടർ കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓവർഹെഡ് പ്രൊജക്ടർ ക്ലാസ് റൂമുകളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ പഠിച്ച സമയത്ത് ഒരു ലൈറ്റിന്റെ ഉപകരണത്തോടുകൂടി LCD പ്രൊജക്ടർ പോലെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ആ ഒരു ട്രാൻസ്പെറൻസിയിൽ കാണുന്ന എഴുതിയിട്ടുള്ളതോ പിക്ചറോ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചിരുന്ന ആ ഒരു സാധനമാണ് ഓവർഹെഡ് പ്രൊജക്ടർ കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി നാലാമത്തെ കാറ്റഗറിയിൽ വരിക ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. ഇവിടെ ദൃശ്യ ശ്രവണ സഹായികളാണിവ. 2 മൊഡാലിറ്റിയും, ഓഡിറ്ററിയും വിഷ്വൽ ആയിട്ടുള്ള 2 മൊഡാലിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ ആണ് ടെലിവിഷൻ, ദെൻ VCR ഓർ VCD, അതുപോലെ വീഡിയോ ആൻഡ് ക്യാമറ, ദെൻ സൗണ്ട് മോഷൻ പിക്ചേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം. അപ്പോൾ ഇവിടെ ദൃശ്യവും ഉണ്ടാകും, അതായത് ഒരു മോഷൻ പിക്ചർ ഉണ്ടാകും, അതിൻ്റെ ഒപ്പം തന്നെ സൗണ്ടുകളും ഉണ്ടാകും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് മൾട്ടി സെൻസോറിയൽ മൊഡാലിറ്റി ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ എഡ്യൂക്കേഷന് എയ്ഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, LCD പ്രൊജക്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓഡിയോ വിഷ്വൽ എയ്ഡിന്റെ കീഴിൽ വരുന്നതാണ്. ആദ്യം നമ്മൾ കണ്ടത് ഓഡിയോ, പിന്നെ വീഡിയോ, ദെൻ ഓഡിയോ വിഷ്വൽ. ഇനി അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരിക ആക്ടിവിറ്റി എയ്ഡുകളാണ്. ഇവിടെ ആക്ടിവിറ്റീനെ ഒരു പ്രോസസ്സായിട്ട്, ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട്, ഒരു സഹായിയായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവയെ നമ്മൾ
ഓഡിയോ എയ്ഡുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ ഉദാഹരണം ഫീൽഡ് ട്രിപ്പ്, എക്സിബിഷൻ, മോഡൽ മേക്കിംഗ്, ഡെമോൺസ്ട്രേഷൻ, ദെൻ കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ഇതെല്ലാം ആക്ടിവിറ്റി എയ്ഡുകളായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾക്ക് ലേണബിൾ ആയിട്ട് മാറുക. ഒരു സാധനം ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കുമ്പം അതിൽ എന്തെല്ലാം കോമ്പോണൻറ്റുകൾ ചേർക്കണം, അതെങ്ങനെയായിരിക്കും, അതിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയും അത് നമ്മുടെ മനസ്സിൽ പതിയുകയും ചെയ്യുന്നു. അങ്ങനെ അതൊരു ലേണിംഗ് അവിടെ പോസിബിൾ ആക്കുന്നു. അപ്പോൾ ഇതിനാണ് ആക്ടിവിറ്റി എയ്ഡുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ 6ാമത്തെ ക്ലാസ്സിൽ വരിക ട്രഡീഷണൽ മീഡിയാസ് ആണ്. ട്രഡീഷണൽ മീഡിയാസ് കൊണ്ട് ഉദ്ദേശിക്കുക പപ്പറ്റ്സ്, ഡ്രാമാസ്, ഫ്ലോക്ക് സോങ്സ്, ഫ്ലോക്ക് ഡാൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആളുകളിലേക്ക് കാര്യം എത്തിക്കുക എന്നുള്ളതാണ് ട്രഡീഷണൽ മീഡിയകളിലൂടെ ഉദ്ദേശിക്കുക. അപ്പോൾ അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൾച്ചറിൽ അവരുടെ ഡേ ടു ഡേ ലൈഫ് സിറ്റുവേഷനിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ ഒരു മെസ്സേജ് കൊടുക്കുക, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ട്രഡീഷണൽ മീഡിയയുടെ പർപ്പസ്. 2ാമത്തെ ക്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് ഡിവിഷണൽ ക്ലാസിഫിക്കേഷൻ ആണ് അവ. അതും ബേസ്ഡ് ഓൺ ദ പ്രസന്റേഷനിൽ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആയിട്ടും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആയിട്ടും. അതിൽ പ്രൊജക്റ്റഡ് എയ്ഡ്സിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സൈലന്റ് പ്രൊജക്റ്റഡ് എയ്ഡ്സ്, അതുപോലെ സൗണ്ട് പ്രൊജക്റ്റഡ് എയ്ഡ്സ്. സൈലന്റ് പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ സൗണ്ട് ഉണ്ടാവുകയില്ല, മറിച്ച് അവിടെ ഒരു ഡിസ്പ്ലേ മാത്രമാണ് ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിളാണ് ഓവർ ഹെഡ് പ്രൊജക്ടർ, സ്ലൈഡ് പ്രൊജക്ടർ, ഫിലിം പ്രൊജക്ടർ ഒക്കെ. എന്നാൽ സൗണ്ട് പ്രൊജക്റ്റഡ് എയ്ഡ്സിൻ്റെ കീഴിൽ വരുന്നതാണ് മോഷൻ പിക്ചേഴ്സും വീഡിയോസും. അപ്പം അതിൽ സൗണ്ട് വളരെ കൂടുതലും അത് ഇൻവോൾവ് ആയിരിക്കും. അപ്പം അതിൽ വീഡിയോയ്ക്ക് ഉചിതമായിട്ടുള്ള സൗണ്ടുകൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ലേണിംഗ് പോസിബിൾ ആക്കുന്നു. അതേസമയം നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ പ്രൊജക്ഷൻ ഇല്ലാതെ ഉള്ള എയ്ഡുകളാണ്. അതിനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഗ്രാഫിക്കൽ എയ്ഡ്സ്, ഡിസ്പ്ലേ എയ്ഡ്സ്, 3 ഡയമെൻഷണൽ എയ്ഡ്സ്, പ്രിന്റഡ് എയ്ഡ്സ്, അതുപോലെ എക്യുപ്മെന്റ് എയ്ഡ്സ്. അപ്പോൾ ഗ്രാഫിക് എയ്ഡ്സ് എന്നുകൊണ്ട് ഗ്രാഫിക്സുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതായത് പിക്ചേഴ്സ്, ചാർട്ടുകൾ, മാപ്പുകൾ, ഡയഗ്രാം, ഗ്രാഫ്, പപ്പറ്റ്സ്, കോമിക്സ്, ഫോട്ടോഗ്രാഫ്സ്, ഫ്ലാഷ് കാർഡ്സ്, പോസ്റ്റേഴ്സ്, അറ്റ്ലസ്, അതുപോലെ കാർട്ടൂൺസ്, ഇതിലെല്ലാം ഒരു തരത്തിലുള്ള കലാപരമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ ആ പിക്ചറുകൾ വരയ്ക്കുന്നത് വഴി, ആ ഗ്രാഫിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് വഴി അത് കാണുമ്പോൾ ആളുകളിൽ പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും എഡ്യൂക്കേഷണൽ പർപ്പസ് അവിടെ മീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഡിസ്പ്ലേ ബോർഡുകൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ എയ്ഡുകൾ എന്ന് പറയുന്നത് ചോക്ക് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, ഫ്ലാനൽ ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, ഇതെല്ലാം പല ഫോമിലുള്ള ഡിസ്പ്ലേ ബോർഡുകളാണ്. അതിലേക്ക് നമ്മൾ ഈ ബോർഡുകളിലേക്ക് നമുക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ എഴുതുകയോ അല്ലെങ്കിൽ അതിൽ പതിപ്പിച്ച് വെക്കുകയോ ചെയ്യുന്നു. ആവശ്യാർത്ഥം അത് മാറ്റി പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. 3 ഡയമെൻഷണൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ത്രിമാന ചിത്രങ്ങളാണ്. അതിൻ്റെ സ്ട്രക്ചറലായിട്ട് എന്താണോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ളത് അതിൻ്റെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നു. അത് പലതരത്തിലുണ്ടാക്കാം. ഒന്ന് സ്പെസിമെൻസ് ആയിട്ട് ചെയ്യാം. ഓൾറെഡി ഉള്ളതിൻ്റെ പ്രിസർവേറ്റീവ് ഭാഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതിനെ പഠിക്കുക. സ്പെസിമെൻസ്, മോഡൽസ്, അതുപോലെ മോക്കപ്സ്, അതുപോലെ ഗ്ലോബ്സ്, പപ്പറ്റ്സ്, എക്സിബിഷൻസ്, മ്യൂസിയം, ഇതെല്ലാം 3 ഡയമെൻഷനലാണ്. യാഥാർത്ഥ്യത്തിലുള്ളതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി അതിനെ കാണാനും അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ പിന്നെ വരുന്നത് പ്രിന്റഡ് എയ്ഡ്സ് ആണ്. പ്രിന്റഡ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺവേ ചെയ്യേണ്ട മെസ്സേജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ റെഡിമെയ്ഡ് ആയിട്ട് പ്രിന്റ് ചെയ്ത് അതിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പം അതിൽ ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, അതിനൊരു ഫ്ലോ ഉണ്ടാവും. എന്തിനെ കുറിച്ചാണ് പറയുക, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഓരോ ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒരു പ്രത്യേക സീക്വൻസിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് റെഡിയാക്കി കൊടുക്കുന്ന അത്തരത്തിലുള്ള എയ്ഡുകളെയാണ് പ്രിന്റഡ് എയ്ഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. എക്യുപ്മെന്റ് എയ്ഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി എഡ്യൂക്കേഷൻ സാധ്യമാക്കുന്നതാണ്. അതിനെ 3ആയിട്ട് തിരിക്കുന്നു. ഓഡിയോ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ആക്ടിവിറ്റി എയ്ഡ്സ്. അപ്പോൾ ഇവിടെ ഓഡിയോ എയ്ഡ്സ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുക. ഓഡിയോ വിഷ്വൽ എയ്ഡിൽ രണ്ടും ശബ്ദവും ദൃശ്യവും ഇൻക്ലൂഡഡ് ആവുന്നു. ടെലിവിഷൻ, ക്യാമറ, മൈക്രോസ്കോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ആക്ടിവിറ്റി എയ്ഡ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആക്ടിവിറ്റിയിലൂടെ എഡ്യൂക്കേഷൻ സാധ്യമാക്കാം. അപ്പം ഇങ്ങനെയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ അല്ലെങ്കിൽ ലേണിംഗ് എയ്ഡ്സിനെ മൊത്തത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്തിലേക്കാണ് പോകാം.
Correct answer is option A, full page. ഒരു പ്രിന്റഡ് എഡ്യൂക്കേഷണൽ എയ്ഡ് ആണ് ലീഫ്ലെറ്റ്. ഇതിൽ ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ ഫോൾഡ് ചെയ്ത് അതിലുള്ള പ്രിന്റഡ് മെറ്റീരിയൽസ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചില ഫാക്ട് ഷീറ്റുകൾ, ചില നിജസ്ഥിതി കണക്കുകൾ, അതുപോലെ ചില നിർദ്ദേശങ്ങൾ, ചില ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ്, ഇതെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉപയോഗപ്പെടുത്തുക. യൂഷ്വലി ലീഫ്ലെറ്റ്സ് ഉപയോഗിക്കുന്നത് ഒരു ലാർജ് പോപ്പുലേഷനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ സമയ കാലയളവിൽ കൂടുതൽ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ലീഫ്ലെറ്റ് സഹായകമാകുന്നു. Question number 2. How many folds do pamphlets contain? Option A 2 to 5, option B 2 to 6, option C 2 to 7, and option D 2 to 8. Correct answer is option A 2 to 5. A pamphlet contains 2 to 5 folds. Pamphlet എന്ന് പറയുന്നത് ഒരു പേപ്പറാണ്. അത് 3 അതിൽ കൂടുതലോ 5 വരെ ആകാം ഭാഗങ്ങളായി മടക്കി അതിനകത്ത് ഓരോ മടക്കുകളിലും പ്രത്യേകതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഈ പാംഫ്ലെറ്റ് വായിക്കുന്നത് ആ ആളുകൾക്ക് അത് വായിക്കുന്നതനുസരിച്ച് അതിനെക്കുറിച്ചുള്ള ഡീപ്പർ ഇൻസൈറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. Question number 3. Full page, a single side printed material is called dash. Option A, leaflet, option B, handout, option C, pamphlet, and option D, flashcard. Correct answer is option B, handout. A full page single side printed material എന്ന് പറയുന്നത് handout ആണ്. കയ്യിൽ ഒരു സൈഡിൽ മാത്രം എഴുതിയിട്ടുള്ള ഒരു ഫുൾ പേജ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ handout എന്നാണ് വിളിക്കുക. Handout is a piece of printed information provided free of charge, especially to accompany a lecture or advertise something. ഹാൻഡൗട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ സംക്ഷിപ്ത രൂപങ്ങൾ അല്ലെങ്കിൽ അവർ കീ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാധനമായിരിക്കും. അതൊരു പേജിൻ്റെ ഒരു പുറം മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. അത് കയ്യിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പോ പാർട്ടിസിപ്പൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിനെയാണ് ഹാൻഡ് ഔട്ട് എന്ന് നമ്മൾ വിളിക്കുക. Question number 4. A paper that is both side printed with 3 fold is known as dash. Option A, leaflet, option B, pamphlet, option C, handout, and option D, flashcard. Correct answer is option B, pamphlet. Question number 5. What is the appropriate size of a flashcard? Option A, 10 into 10 inch, option B, 10 into 12 inch, option C, 12 into 14 inch, and option D, 12 into 12 inch. Correct answer is 10 into 12 inch. Question number 6. Flashcard can be used for group of dash people. Option A 20, option B 35, option C 40, and option D 45. Correct answer is option B 35. A flashcard can be used for a group of 35 people. എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിൽ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന ചില ഓഡിയോ വിഷ്വൽ എയ്ഡുകളും അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസുകളും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ബേസിക് ഗൈഡ് ലൈൻസ് ആണ് ഇനിയുള്ള ടേബിളർ കോളത്തിൽ ഡിസ്കസ് ചെയ്യുക. അതിൽ ക്യാരക്ടറിസ്റ്റിക്സുകളും ഗൈഡ് ലൈനുകളും കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒത്തിരിയേറെ സമയം അതിന് ആവശ്യം വരും. അപ്പോൾ നിങ്ങൾക്കത് അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യം നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്കത് വായിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ആദ്യത്തേത് ചാർട്ടാണ്. ചാർട്ടിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 90 into 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70 into 50 സെൻറ്റിമീറ്റർ ആണ്. അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻഫർമേഷനെ കുറിച്ചായിരിക്കണം. അത് ആ ഡീറ്റെയിൽ ആയിരിക്കണം അതിൽ പറയുക. അത് കൂടുതലും ക്ലബ്സി ആവാൻ പാടില്ല. അത് പെട്ടെന്ന് മനസ്സിലാകുന്നതും അതുപോലെ അതിൻ്റെ ഇടയിൽ കൃത്യമായി സ്പേസ് ഇട്ടുകൊണ്ട് എഴുതപ്പെട്ടിട്ടുമായിരിക്കണം. അതിൽ യൂസ് ചെയ്യുന്നത് കളർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് കളറുകൾ കൊണ്ട് എഴുതാവുന്നതാണ്. ഗ്രാഫിക്കൽ എയ്ഡ്സ് അല്ലെങ്കിൽ ഗ്രാഫുകൾ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പല സൈസുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അത് പർപ്പസ് അനുസരിച്ച് വ്യത്യസ്തമാവും. പക്ഷേ നമ്മൾ ബേസിക്കായിട്ടും ഗ്രാഫുകൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഏതൊരു സാധാരണ ആൾക്കാർക്കും നോക്കിയാൽ മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം ഗ്രാഫുകൾ ഫോം ചെയ്യേണ്ടത്. മൂന്നാമത്തെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എയ്ഡാണ് ഫ്ലാഷ് കാർഡുകൾ. ഫ്ലാഷ് കാർഡുകളുടെ സൈസ് 10 into 12 ആണ്, ഇഞ്ചാണ്. ഓൾറെഡി നമ്മളത് കണ്ടതാണ്. ഒരു സെറ്റ് ഓഫ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പം യൂഷ്വലി 10 to 12 കാർഡ്സ് ആണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യുമ്പോൾ ഓരോ കാർഡും ഒരു സ്പെസിഫിക് കാര്യത്തെക്കുറിച്ചുള്ളത് മാത്രം
ആയിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നാലാമത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റേഴ്സ്. പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോമൺ സൈസ് എന്ന് പറഞ്ഞാൽ 22x28 ഇഞ്ചാണ്. ഒരു പോസ്റ്ററിൽ മിനിമം 4 to 5 വേർഡ്സ് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ബോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഡിസ്പ്ലേ ഓഡിയോ എയ്ഡ്സിന്റെ കീഴിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ചോക്ക് ബോർഡാണ്. ചോക്ക് ബോർഡിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ പല സൈസുകളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് കൺസിഡർ ചെയ്യുന്നത് 5 മീറ്റർ ഇൻറ്റു 6 മീറ്റർ സൈസ് ആണ്. യൂഷ്വലി അതിന്റെ സർഫസ് എന്ന് പറയുന്നത് റഫ് ആയിരിക്കണം, ഡൾ കളർ ആയിരിക്കണം. അതുപോലെ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റിലായിരിക്കണം അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. സാധാരണഗതിയിൽ ചോക്ക് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് 3 കോളമായിട്ടാണ് ഇതിനെ തിരിക്കേണ്ടത്. ഒരു ചോക്ക് ബോർഡ് ഫോർ എൻ എക്സാമ്പിൾ ഇതൊരു ചോക്ക് ബോർഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 ഭാഗമായിട്ടാണ് നമ്മളിവിടെ തിരിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഹെഡിങ്ങുകൾ എഴുതുക, എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, റഫ് വർക്കുകൾ ചെയ്യാനായിട്ട് ഈ ഭാഗം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയാണ് ചോക്ക് ബോർഡ് ഉപയോഗിക്കേണ്ടത്. മൂന്നാമത്തത് ബുള്ളറ്റിൻ ബോർഡാണ്. ബുള്ളറ്റിൻ ബോർഡ് അഗെയിൻ പല സൈസുകളിലുണ്ട്. അത് എന്ത് പർപ്പസിനാണ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഒരു മാസ് ക്ലാസ് ആണോ അതോ ചെറിയ ഗ്രൂപ്പ്, അതൊക്കെ അനുസരിച്ചിട്ട് ഈ ബുള്ളറ്റിൻ ബോർഡ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ സൈസുകൾ തീരുമാനിക്കാവുന്നതാണ്. ബേസിക്കലി ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ് ബോർഡായിരിക്കും. ആ ഫ്രെയിം ചെയ്തതിൽ ഒരു ഡാർക്ക് ബ്ലേസർ ക്ലോത്ത് ആയിരിക്കും അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതനുസരിച്ച് അതിൽ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുക. Question number 7. Ideally, how many flashcards can be used for one health talk or one session? Option A 1 to 2, option B 10 to 12, option C 20 to 25, option D 25 to 30. Correct answer is option B 10 to 12. ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു സെഷനിൽ നമുക്ക് 10 to 12 ഫ്ലാഷ് കാർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് സീക്വൻഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഒരു ഫ്ലാഷ് കാർഡിൻ്റെ ബാക്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ ഓരോ ഫ്ലാഷ് കാർഡും ചെസ്റ്റ് ലെവലിൽ പിടിച്ചുകൊണ്ട് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഒരെണ്ണം ഉപയോഗിച്ചതിന് ശേഷം അത് എടുത്ത് ബാക്കിലേക്ക് വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിലുള്ളത് ആ ഓർഡറിലായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് ആളുകൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. Question number 8. Appropriate size of letter for making poster is option A 10 into 20 inch, option B 15 into 25 inch, option C 22 into 28 inch, and option D 15 into 15 inch. Correct answer is option A 10 into 20 inch. Question number 9. Percentile quartile deviation can be drawn on option A cumulative frequency, option B ogive, option C histogram, and option D frequency polygon. Correct answer is option C histogram. Question number 10. Angle of a pie graph is option A 90 degree, option B 180 degree, option C 360 degree, and option D none of this. Correct answer is option C 360 degree. Question number 11. Graphical presentation of a data can be drawn for option A qualitative data, option B quantitative data, option C raw data, and option D abstract data. Correct answer is option B quantitative data. Question number 12. Which one of the following is not a type of a map? Option A relief maps, option B historical maps, option C distribution maps, and option D overlay maps. Correct answer is option C distribution map. റിലീഫ് മാപ്സ്, ഹിസ്റ്റോറിക്കൽ മാപ്സ്, ഓവർലേ മാപ്സ് ഒക്കെ മാപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫിക്കൽ എയ്ഡിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടാണ് വരിക. ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പ് അങ്ങനെ ഒരു ടൈപ്പ് ഇല്ല. Question number 13. To show the complication of disease, you will use dash. Option A job chart, option B flow chart, option C tree chart, and option D pie chart. Correct answer is option B flow chart. ഒരു ഡിസീസിന്റെ കോംപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണെന്നുള്ളതാണ് ഫ്ലോ ചാർട്ട് എന്നുള്ളതാണ് എൻ്റെ ശരി ഉത്തരം. കാരണം ഫ്ലോ ചാർട്ട് ഓൾവേസ് ഗീവ്സ് എ സീക്വൻസ്. ഫ്ലോ ചാർട്ടിൽ അതിൻ്റെ ഒരു സീക്വൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒരു ഉദാഹരണത്തിന് എന്താണ് അസുഖം, അതിൻ്റെ കോസറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പേഷ്യൻ്റ് ഉണ്ടാവുന്നത്,
അതുകൊണ്ട് എന്തുണ്ടാകുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു സീക്വൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാർട്ടിനെയാണ് ഫ്ലോ ചാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. Question number 14. To show family history of patient, you will use dash. Option A, tabulation. Option B, genealogy chart. Option C, flow chart. And option D, tree chart. Correct answer is option D, tree chart. Tree chart കൊണ്ട് ഉദ്ദേശിക്കുക, നമ്മൾ ഓൾറെഡി നിങ്ങൾ കേസ് ഫയലുകളിലൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ആ ഒരു സാധനമാണ് ട്രീ ചാർട്ടിൻ്റെ ഒരു സെഗ്മെന്റ് എന്ന് പറയുക. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് ഒരു അച്ഛനമ്മ, അതിൽ ഉണ്ടാകുന്ന കുട്ടികൾ, പിന്നെ അതിൻ്റെ താഴെ വരുന്നത്, ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് ട്രീ ചാർട്ടിൻ്റെ എക്സാമ്പിളാണ്. Question number 15. Which one of the following is one-way communication aid? Option A, television. Option B, radio. Option C, both option A and option B. And option D, none of this. Correct answer is option C, both option A and option B. One-way communicational aid കൊണ്ട് ഉദ്ദേശിക്കുക സിംഗിൾ ഡയറക്ഷൻ ആണ്. ടെലിവിഷനിലൂടെയോ റേഡിയോയിലൂടെയോ നമ്മൾ കേൾക്കുക മോണോലോഗുകളായിരിക്കും. യൂഷ്വലി ഒരു ടീച്ചർ പറയുന്നു, അത് റിസീവർ കേൾക്കുന്നു. അപ്പോൾ റിസീവർ തിരിച്ച് അങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് ചാറ്റ് ബോക്സിങ് തുടങ്ങിയിട്ടുള്ള മറ്റു മേഖലയിലൂടെ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷണൽ എയ്ഡ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. ഇനിയുള്ള ചില ചോദ്യങ്ങൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ്. ഒരു ടീച്ചിങ് കഴിഞ്ഞാൽ അതിൻ്റെ ലേണിംഗ് എത്രമാത്രം നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുക. Question number 16. What do you mean by term evaluation? Option A, measurement of quantity of people's attainment in a subject. Option B, the use of some test to check the performance of students. Option C, process of finding out the level of achievement based on pre-decided criteria. And option D, testing the quality and quantity of students. Correct answer is option C, process of finding out the levels of achievement based on pre-decided criteria. ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ പഠിപ്പിക്കേണ്ടത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഡിസൈർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ടീച്ചിങ് പ്രോസസ്സ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നടക്കേണ്ടത്. അപ്പോൾ ടീച്ചിങ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എത്രമാത്രം കുട്ടിക്ക് അത് മനസ്സിലായി എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുന്നത് ഈ ഒരു ക്രൈറ്റീരിയനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ടാണ് ഇത് ഈ ഓപ്ഷൻ ശരിയാവുക. ഇവാലുവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കാം പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ബേസ്ഡ് ഓൺ ദ പ്രീ ഡിസൈഡഡ് ക്രൈറ്റീരിയ. മുന്നമേ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള ക്രൈറ്റീരിയനെ അടിസ്ഥാനപ്പെടുത്തി എത്രമാത്രം കുട്ടി ലേൺ ചെയ്തു അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു എന്നുള്ളതിനെ അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവാലുവേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. Question number 17. Evaluation of students' performance is based on which law? Option A, law of effect. Option B, law of motivation. Option C, leadership law. And option D, both option A and option B. Correct answer is option D, both option A and option B. Evaluation of the student's performance is based on law of effect and law of motivation. Question number 18. Evaluation is a dash. Option A, static process. Option B, continuation process. Option C, motivational process. And option D, helpful only for students. Correct answer is option B, continuation process. Evaluation എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ്ഡ് പ്രോസസ് ആണ്. ഒരു പ്രാവശ്യം ഇവാലുവേഷൻ ചെയ്തുകൊണ്ട് ഇവാലുവേഷൻ തീരുന്നില്ല, വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. Question number 19. Evaluation process involves option A, teacher. Option B, learner. Option C, questions. Option D, teacher and learner. Correct answer is option D, teacher and learner. Question number 20. What do you mean by term measurement? Option A, quantifying and describing of people's achievement. Option B, it's a tool for measuring evaluation. Option C, it shows a measurement as 50 out of 100. And option D, all the above. Correct answer is option A, quantifying and describing of people's achievement. ടേം മെഷർമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്.
മെഷർമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക അളക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ശരിയായ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക ക്വാണ്ടിഫൈങ് ആൻഡ് ഡിസ്ക്രൈബിങ് പീപ്പിൾസ് അച്ചീവ്മെന്റ്. ഇവിടെ നമ്മുടെ ഇവാലുവേഷനിൽ നമ്മൾ മെഷർമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ പഠിതാക്കളുടെ അച്ചീവ്മെന്റിനെ ക്വാണ്ടിഫൈ ചെയ്യുക, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. Question number 21. Validity of an instrument varies with dash. Option A, influence of extraneous variables. Option B, difficult levels of item. And option C, both option A and option B. Option D, expert opinion. Validity of instrument. ഇത് നമുക്ക് റിസർച്ചിലും കാണാൻ സാധിക്കും ഈ ടൂളുകളുടെ ചോദ്യം, അതുപോലെ എഡ്യൂക്കേഷനിലും ഉണ്ട്. ഇപ്പോൾ ഇവാലുവേഷൻ ചാപ്റ്ററിൽ സ്റ്റുഡൻസിന്റെ പെർഫോമൻസിനെ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസുകളെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റുകളെയാണ് നമ്മൾ ടൂൾസ് എന്ന് ഉദ്ദേശിക്കാം. അതിന്റെ വാലിഡിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി. വാലിഡിറ്റി ഓഫ് എൻ ഇൻസ്ട്രുമെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇൻഫ്ലുവൻസ് ഓഫ് ദ എക്സ്ട്രേനിയസ് വേരിയബിൾ, മറ്റു ഫാക്ടറുകളുടെ ഇൻഫ്ലുവൻസ്, അതുപോലെ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. ഐറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യങ്ങളാണ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ആകാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബാങ്ക്സ് ആകാം, മാച്ച് ദ ഫോളോയിങ് ആകാം, ഷോർട്ട് നോട്ട് ആകാം, ഷോർട്ട് എസ്സേ ആവാം, ലോങ് എസ്സേ ആകാം, എന്തും അതിനെ നമ്മൾ ഐറ്റം എന്നാണ് വിളിക്കുക. ആ ഐറ്റത്തിന്റെ ഡിഫിക്കൽട്ട് ലെവൽ അനുസരിച്ചായിരിക്കും ഇതിന്റെ വാലിഡിറ്റി വേരി ചെയ്യുക. Question number 22. Validity of a measurement tool means option A, the inaccuracy is tested in this method to remove errors. Option B, it's a degree of consistency of result when measured by a particular instrument. Option C, the accuracy with which a test measure whatever it is intended to measure. And option D, it's a test retest method. Correct answer is option C, the accuracy with which a test measures whatever it is intended to measure. വാലിഡിറ്റി ഓഫ് എ മെഷർമെന്റ് ടൂൾ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഒരു ടൂളിന്റെ വാലിഡിറ്റി എന്ന് പറയുക, അത് വാലിഡ് ആണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുക. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് വാലിഡേറ്റിംഗ് മെത്തേഡ് ആണ്. Question number 23. Reliability of a measurement tool means dash. Option A, a test measures whatever it is intended to measure. Option B, consistency with which test measures a given variable. Option C, both option A and option B. And option D, none of this. Correct answer is option B, consistency with which test measures a given variable. Reliability എന്നുകൊണ്ട് ഉദ്ദേശിക്കാം അതിനെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്, ഒരു കാര്യത്തെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രയിക്കാവുന്ന തരത്തിലുള്ള ടൂളാണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ സാധിക്കുക? എപ്പോഴൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടോ അത് ആ യൂസ് ചെയ്യപ്പെടുന്ന സമയത്തൊക്കെ അതൊരു സ്ഥിരത കാണിക്കണം. ഒരേ തരത്തിലുള്ള കാര്യങ്ങളെ തന്നെയായിരിക്കണം വളരെ കൃത്യമായിട്ട് അസസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതാണ് ഇവിടെ പറയുക, കൺസിസ്റ്റൻസി വിത്ത് വിച്ച് ടെസ്റ്റ് മെഷേഴ്സ് എ ഗിവൺ വേരിയബിൾ. തന്നിട്ടുള്ള ഒരു വേരിയബിളിനെ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് അതേ ഒരേ പാറ്റേണിൽ തന്നെ അതിനെ അസസ് ചെയ്യാനുള്ള അതിന്റെ കഴിവ്, ആ ഒരു കൺസിസ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു ടൂൾ അല്ലെങ്കിൽ ഈ മെഷർമെന്റ് ടൂൾ റിലയബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനിയുള്ള ചോദ്യങ്ങൾ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. Question number 24. Purpose of communication is dash. Option A, to understand and exchange ideas. Option B, to interpret and explain to the people. And option C, to improve interpersonal relationship. And option D, all the above. Correct answer is option D, all the above. ഒരു കമ്മ്യൂണിക്കേഷന്റെ പർപ്പസ് എന്ന് പറയുക എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഐഡിയാസ്, അതുപോലെ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓർ എക്സ്പ്ലെയിൻ ടു ദ പീപ്പിൾ, and to improve the interpersonal relationship. Question number 25. Medium of giving information is known as dash. Option A, center. Option B, message. Option C, channel. And option D, feedback. Correct answer is option C, channel. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒരു സെൻഡർ ഉണ്ടാവും, അതുപോലെ ഒരു റിസീവർ ഉണ്ടാകും. ഇത് സെൻഡർ, റിസീവർ. ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ചാനലിലൂടെ ആയിരിക്കും.
ആ ചാനലിലൂടെ റിസീവറിലേക്ക് ചെല്ലുന്നു. റിസീവർ അതേ ഇൻറ്റൻസിറ്റിയിൽ അതിനെ മനസ്സിലാക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും തിരിച്ചൊരു ഫീഡ്ബാക്ക് സെൻറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുകയുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, മീഡിയം ഓഫ് ഗിവിംഗ് ഇൻഫർമേഷൻ എന്താണെന്നുള്ളതാണ്. അതിനെ നമ്മൾ ചാനൽ എന്നാണ് വിളിക്കുക, ചാനൽ. Question number 26. Another name of intrapersonal communication is dash. Option A, no talk. Option B, self-talk. Option C, group talk. And option D, two-way talk. Correct answer is option B, self-talk. Interpersonal communication ഉണ്ട്, intrapersonal communication ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് intrapersonal ആണ്. Interpersonal ആണെങ്കിൽ person 1 and person 2 between ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം അതിനെയാണ് ഇന്റർപേഴ്സണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇന്റർ മീൻസ് ബിറ്റ്വീൻ, ബിറ്റ്വീൻ 1 and 2. ഇൻട്രാ മീൻസ് വിതിൻ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരാൾ തന്നെ സംസാരിക്കുന്നത്, അതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെൽഫ് ടോക്ക് ആണ്. നമ്മൾ തന്നെ നമ്മളെ ആത്മകഥം പറയാം, നമ്മളോട് തന്നെ സംസാരിക്കാം, മനസ്സിൽ സംസാരിക്കാം, നമുക്ക് മനസ്സിൽ തന്നെ ചിന്തിക്കാം, അത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇൻട്രാ പേഴ്സണൽ ആണ്. അപ്പോൾ തെറ്റിപ്പോകരുത്. ഇൻട്രാ പേഴ്സണൽ മീൻസ് കമ്മ്യൂണിക്കേഷൻ happens within, and interpersonal means between the two persons. Question number 27. Lecturer as a method of teaching is an example of dash. Option A, one-way communication. Option B, two-way communication. Option C, formal communication. And option D, informal communication. Correct answer is option A, one-way communication. ലെക്ചറിൽ ടീച്ചർ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു. ഇതാണ് മെയിൻ ആയിട്ടും വരിക. ഓക്കെ, മെയിൻ ആയിട്ട് നടക്കുന്നത്. അതിനുശേഷം QA ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഉണ്ട്. എൻഡ് ഓഫ് ദ ക്ലാസ്സിൽ കുട്ടികൾക്ക് സംശയം ചോദിക്കാം. ആ സമയത്ത് അത് 2-way ആണ്. പക്ഷേ അടിസ്ഥാനപരമായി ലെക്ചറർ മെത്തേഡ് എന്ന് പറയുന്നത് one-way communication ആണ്. Question number 28. Which of the following is not the principle of effective communication? Option A, have credibility in communication. Option B, be sensitive to receivers' need, feelings and perceptions. Option C, use any language you like. Option D, be a good listener. Correct answer is option C, use any language you like. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് എന്ത് എന്നുള്ളതാണ്. നോട്ട് ദ പ്രിൻസിപ്പിൾ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്രെഡിബിലിറ്റി കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ റിസീവറിന്റെ നീഡ്സും ഫീലിങ്സും പെർസെപ്ഷനെ അടിസ്ഥാനപ്പെടുത്തി സെൻസിറ്റീവായിട്ട് വേണം നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഗുഡ് ലിസണർ ആയിരിക്കുകയും വേണം. എന്നാൽ മാത്രമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുള്ളൂ. എനി ലാംഗ്വേജ് അല്ല യൂസ് ചെയ്യേണ്ടത്. യൂസ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ദാറ്റ് ദ റിസീവർ അണ്ടർസ്റ്റാൻഡ്സ്. റിസീവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അയാൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് ഏരിയയിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം, വിച്ച് ലാംഗ്വേജ് യു വുഡ് പ്രിഫർ. നിങ്ങൾ ഏത് ലാംഗ്വേജിൽ സംസാരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്? വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, based on their things and the based on the language you know also. അപ്പോൾ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് ഏതാണോ രണ്ടുപേരും കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ലാംഗ്വേജിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം നോട്ട് ദ പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് യൂസ് എനി ലാംഗ്വേജ് യു ലൈക്ക് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. Question number 29. Barrier in communication can be overcome by option A, mutual trust and confidence. Option B, clarifying the ideas. Option C, using appropriate channel. And option D, all the above. Correct answer is option D, all the above. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷണൽ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായി. അപ്പോൾ അവിടെ മ്യൂച്വൽ ഗോൾ സെറ്റിംഗ് നടക്കാം. അവിടെ ആ മ്യൂച്വൽ ഗോൾ സെറ്റിംഗിന്റെ ബേസിസിൽ വീണ്ടും കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നു. ക്ലാരിഫയിങ് ഐഡിയാസും അങ്ങനെ തന്നെ. ഐഡിയാസ് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നത് വഴി അതൊരു വാലിഡേഷൻ ആണ് നടക്കുക. സോ ദാറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ബിക്കം മോർ എഫക്റ്റീവ്. ഓപ്ഷൻ സി, യൂസിങ് അപ്രോപ്രിയേറ്റ് ചാനൽ. റൈറ്റ് ചാനൽ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനെ എപ്പോഴും ത്വരിതപ്പെടുത്തും, ആ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുക. അപ്പോൾ അതെല്ലാം ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. Question number 30. Who is responsible for IEC activities at block level? IEC means Information, Education and Communication. Option A, Child Development Project Officer. Option B, Block Extension Educator. Option C, Medical Officer. And option D, Sarpanch. Correct answer is option B, Block Extension Educator.
ഡിയർ കാൻഡിഡേറ്റ്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വൺസ് അഗൈൻ. വിഷ് യു എ ഗുഡ് ഡേ.